ആശാ വർക്കർമാരുമായുള്ള മന്ത്രിതല തുടർ ചർച്ചയ്ക്ക് വഴി അടഞ്ഞു. സമരം ചെയ്യുന്ന ആശമാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ചർച്ചയ്ക്കില്ല എന്ന നിലപാടാണ് സർക്കാരിന്. വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആശമാർ അറിയിച്ചെങ്കിലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെയും ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് ആശാ വർക്കർമാരുടെ പ്രതിനിധികൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ അമൽ തേനംപറമ്പിൽ നൽകും. അമൽ, പൊതുവെ ഇന്നലെ ഈ ചർച്ച കഴിഞ്ഞപ്പോൾ ഇന്ന് വീണ്ടും ഒരു ചർച്ച ഉണ്ടാകും എന്നുള്ളൊരു പ്രതീതിയാണ് ഉണ്ടായത്. ശരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആശാ വർക്കർമാരുടെ പ്രതിനിധികൾ ഈ ചർച്ചയുടെ സർക്കാർ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള പ്രതികരണം അറിയിക്കാൻ അവർ വരികയാണെങ്കിൽ ചർച്ചയാകാം എന്നുള്ളത് മാത്രമാണ്. ഇന്നിപ്പോൾ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്നാണോ അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വാർത്ത? ഇന്ന് തുടർച്ചർച്ച ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ഇന്നലത്തെ യോഗത്തിന് ശേഷം പറഞ്ഞിരുന്നത്. പക്ഷേ ഇനി അങ്ങനെ ഒരു തുടർച്ചർച്ച, മന്ത്രിതല തുടർച്ചർച്ചയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇനി ചർച്ചയില്ല എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തുകയാണ്. ഇനിയുള്ള തുടർച്ചർച്ച എന്ന് പറയുമ്പോൾ ഇവർ ഇന്നലെ ചില നിലപാട് സർക്കാരിനെ അറിയിച്ചിരുന്നു, ആരോഗ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. അതായത് ഇപ്പോൾ സമരം ഇന്നലെ നടന്നതുപോലത്തെ ചർച്ച, അതായത് മറ്റുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾക്കൊപ്പം ഇരുന്നുള്ള ഒരു ചർച്ചയ്ക്ക് ഇനി തങ്ങളില്ല എന്നുള്ളതാണ് ഇവർ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഒരു തുടർ ചർച്ചയ്ക്കുള്ള വഴി അടയുകയാണോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല. എന്തായാലും ചർച്ചകൾ നടക്കും, പ്രശ്നം പരിഹരിക്കും എന്നുള്ള 100% വിശ്വാസത്തിലാണ്. നമ്മളെ 5ാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പിന്നെ 38ാമത്തെ ദിവസമല്ലേ ചർച്ചയ്ക്ക് വിളിച്ചത്. അപ്പോൾ അത്രയും നാളെ ഞങ്ങൾ ഇവിടെ ഇരുന്നില്ലേ. അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മളുടെ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം അവിടെ ഈ സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല അന്നേരം അവിടെ വന്നില്ല. എല്ലാ യൂണിയനുകളും കൂടെ വന്നതുകൊണ്ട് ആശമാരുടെ മുഴുവൻ വിഷയങ്ങളാണ് അവിടെ ചർച്ചയ്ക്ക് വെച്ചത്. എന്തായാലും ഇത് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഞങ്ങളൊരു ഫോർമുല മിനിസ്റ്ററുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ചർച്ച ഇന്നാണോ വെച്ചത്? അല്ല, ഇന്നലെ തന്നെ വെച്ചു. അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കട്ടെ. അതിനുള്ള സമയം എന്തായാലും മിനിസ്റ്റർക്ക് വേണമല്ലോ. നിങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ, സമരസമിതി വിട്ടുവീഴ്ചയില്ലാതെ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇനി ചർച്ചയില്ല എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ട്രേഡ് യൂണിയനുകൾക്കെല്ലാം ഇന്നലെ ആരോഗ്യവകുപ്പ് പറഞ്ഞ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. സമരസമിതിക്ക് മാത്രമാണ് പറ്റാത്തതെന്നാണ് അവർ പറയുന്നത്. കാരണം ഞങ്ങളാ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവർ സമരം ചെയ്ത് ഡിമാൻഡ് ഉയർത്തുന്നില്ല. അവർ ജനറലായിട്ടുള്ള എല്ലാ ഡിമാൻഡും ഉയർത്തുന്നത്. നമ്മൾ ഉയർത്തുന്ന പർട്ടിക്കുലറായിട്ടുള്ള ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡ് സമരം ചെയ്യുന്നവർക്കെല്ലാം ഉയർത്താൻ പറ്റും. പക്ഷേ അതിലും നമ്മൾ മനസ്സിലാക്കുന്ന അവരൊരു കമ്മിറ്റിയെ വെക്കാം എന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ടുള്ള പല കമ്മിറ്റികളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ. പിന്നെ ആ കമ്മിറ്റി ഇത് നടപ്പാക്കണോ, നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് പിന്നെ സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കമ്മിറ്റികളും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതിനും ഒരു ഓണറേറിയം 21,000 ആക്കണം എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ആവശ്യം. ആ ആവശ്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച നടത്തി 3,000 എങ്കിലും വർദ്ധിപ്പിച്ച് തരിക എന്നുള്ള നിലപാടിലേക്ക് എത്തിയിട്ടും സർക്കാർ അംഗീകരിക്കും. അതാ ഞാൻ പറഞ്ഞത്. അത് വന്നത് എന്താണ് എന്നെങ്കിൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും കമ്മിറ്റി വെക്കുന്നതിനോട് ഞങ്ങൾക്ക് അഭിപ്രായമാണ്. ഈ 2 വിഷയങ്ങളിൽ കമ്മിറ്റി വെച്ചിട്ടല്ല തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ആ കമ്മിറ്റി വന്ന് പിന്നീട് ഓണറേറിയം വേതനങ്ങളുമൊക്കെ ഉയർത്തുന്ന ആ പീരീഡിനിടയിൽ ഈ സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 3,000 രൂപ ഇപ്പോൾ അത്തരം ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. 21,000 രൂപ ആവശ്യപ്പെട്ട ഞങ്ങൾ പിടിവാശിയാണെന്ന് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു 3,000 രൂപ കൊണ്ട് ഈ സമരം സെറ്റിൽ ചെയ്യാനുള്ള ഒരു നിലയിലേക്ക് ഒരു പ്രഖ്യാപനം നടത്തണമെന്ന് അത്രയും താഴ്ന്നു പറയാൻ ഞങ്ങൾ തയ്യാറായി. പക്ഷേ അതുപോലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ആർക്കാണ് പിടിവാശി? ഞങ്ങൾക്കാണോ സർക്കാരിനാണോ? അത് പരിശോധിച്ച് നോക്കട്ടെ, അത് സമൂഹം വിലയിരുത്തട്ടെ. എന്തായാലും നിലവിൽ സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. താൽക്കാലികമായെങ്കിലും ഈ മന്ത്രിതല ചർച്ചയ്ക്കുള്ള സാധ്യത ഇപ്പോൾ അടഞ്ഞു എന്ന് പറയാം. നിലപാട് എന്താണ്? ഇന്നലെ INTUC-യും CITU-യും അടക്കമുള്ള മറ്റു ട്രേഡ് യൂണിയനുകളും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അവർ ഒരു സമിതി എന്ന ആവശ്യത്തോട് ഈ ട്രേഡ് യൂണിയൻ ഒഴികെ, അതായത് SUCI-യുടെ UTUCI ട്രേഡ് യൂണിയൻ ഒഴികെ മറ്റുള്ളവരൊക്കെ അതിനോട് അനുകൂല സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് തുടർ ചർച്ചയോ അല്ലെങ്കിൽ തുടർ ആശയവിനിമയോ ഉണ്ടാകുമോ? ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും INTUC-യുടെ നിലപാട് എന്താണ് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നതാണ്. ഇന്നലെ ഈ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ CITU നേതാക്കളാണെങ്കിലും INTUC-യുടെ നേതാക്കളാണെങ്കിലും AITUC നേതാക്കളാണെങ്കിലും ഒരു സമിതിയെ വെക്കാമെന്ന സർക്കാർ നിർദ്ദേശത്തോട് പൂർണ്ണമായും ആ തീരുമാനം അംഗീകരിച്ചാണ് അവർ മടങ്ങിയത്. പക്ഷേ ഈ സമരം ചെയ്യുന്നവർ ചോദിക്കുന്നത്, സമരം 53ാം ദിവസമാകുമ്പോഴാണ് ഒരു സമിതിയെ വെക്കാമെന്ന് തീരുമാനമാകുന്നത്. ആ സമിതിയുടെ കാലാവധി 2 മാസം. അങ്ങനെ സമരം 2 മാസം ആകാറാകുമ്പോൾ പിന്നീട് ഒരു സമിതി വെച്ച് വീണ്ടും 2 മാസം കഴിയുമ്പോൾ ആ സമിതി റിപ്പോർട്ട് ലഭിച്ച ശേഷം ഈ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിശോധിക്കാം. അതും പരിശോധിക്കാമെന്ന് മാത്രമാണ്, ഒരു ഉറപ്പുമില്ല.
അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നിവർ പറയുന്നു. പക്ഷേ INTUC അടക്കമുള്ള സംഘടനകൾ മന്ത്രി ഇന്നലെ പറഞ്ഞത് കേട്ട് മടങ്ങുകയാണ് ചെയ്തത്. ആവശ്യങ്ങൾ ആശാവർക്കർമാർ നിലവിൽ ഉന്നയിക്കുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കണം എന്നൊരു പിടിവാശി അവർക്കില്ല. പക്ഷേ സമരം ചെയ്യുന്നവർ അങ്ങനെയല്ല. അവരുടെ നിരാഹാര സമരം 16-ാം ദിവസമാണ്, രാപ്പകൽ സമരം 54-ാം ദിവസമാണ്. അത് ഇനിയും തുടരുമെന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ സമരം എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ സമരം ചെയ്യുന്നവർക്കോ സർക്കാരിനോ യാതൊരു വ്യക്തതയും ഇപ്പോഴില്ല എന്ന് പറയാൻ കഴിയും. അഭിലാഷ്, എന്തായാലും തുടർ ചർച്ചയ്ക്കുള്ള വഴി അടഞ്ഞിരിക്കുകയാണ്. ഇനി എങ്ങനെ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളത് പ്രധാനമാണ്. ഈ സർക്കാരിന്റെ നിർദ്ദേശമാണ് ഈ ട്രേഡ് യൂണിയനുകളുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വന്ന ആ ചർച്ചയിൽ വന്നൊരു നിർദ്ദേശമാണ് ഒരു സമിതിയെ വെക്കുക. സമിതി 1 രൂപയാണെങ്കിൽ 1 രൂപയാണെങ്കിലും കൂട്ടുന്നത് ആ സമിതി പഠിച്ച് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മറ്റു വശങ്ങളും നോക്കി ധനവകുപ്പുമായിട്ടൊക്കെ ആലോചിച്ച് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനിക്കട്ടെ, അതിനുശേഷം കൂട്ടാമെന്നുള്ളത്. അതിനോട് ഈ സമരം ചെയ്യുന്ന സംഘടനയ്ക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം.